മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രൈസ് ബി ടു ജീസസ്. ഹല്ലേലൂയ. കാർമൽ റുഹ മിനിസ്ട്രി കുടുംബാംഗങ്ങൾ ഇപ്പോൾ സിസ്റ്ററുടെ മുന്നിലിരിക്കുന്ന വചനം കേട്ട് വചനം എഴുതിയെടുക്കുകയും കേൾക്കുകയും അത് ജീവിതത്തിൽ പാലിക്കുകയും ചെയ്യുന്ന ഒരുപാട് മക്കളാണ് ഇപ്പോൾ സിസ്റ്ററുടെ മുന്നിലിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ദൈവവചനം നമ്മൾ മർക്കോസ് 12:24 വിശുദ്ധ ലിഖിതങ്ങളോ യേശുനാമത്തിൻ്റെ ശക്തിയോ അറിയാത്തത് കൊണ്ടാണ് നിങ്ങൾക്ക് തെറ്റുപറ്റുന്നത്. അത് നമ്മുടെ ജീവിതത്തിൽ കറക്റ്റ്. യേശുവിൻ്റെ വചനം അറിഞ്ഞാൽ യേശു നമ്മളിൽ നിറയുന്നു. യേശു നിറഞ്ഞാൽ പാപകരമായ ജീവിതത്തോട് നമ്മൾ പരിപൂർണമായിട്ട് നോ പറയുന്നു. അപ്പോൾ ദൈവവചനത്തിൻ്റെ അജ്ഞത യേശുവിനെ കുറിച്ചുള്ള അജ്ഞതയാണെന്ന് വിശുദ്ധ ജെറോം പറഞ്ഞു വെച്ചത് തികച്ചും അനർത്ഥമാണ്. അതുപോലെ സിസ്റ്റർ ഈ നാളുകളിൽ പറയുന്നില്ല, കഴിഞ്ഞു പോയ നാളുകളിൽ വചനം എഴുതി പഠിക്കുക എന്നുള്ളതും വചനം എഴുതി നിയോഗം വെച്ച് എഴുതി വചനത്തിനോടൊരു ആർത്തി, ഒരു സ്നേഹം, ഒരു ദാഹം, ഒരു വിശപ്പ് ഒക്കെ കിട്ടാൻ വേണ്ടി നമ്മൾ വചനം 1000 തവണ എഴുതിയിരുന്നു. എപ്പോഴും ഞാൻ ഓർക്കാണ് ജെറമ്യ 30:2 ഇസ്രായേലിൻ്റെ ദൈവമായ സൈന്യങ്ങളുടെ കർത്താവ് അരുൾ ചെയ്യുന്നു, ഞാൻ നിന്നോട് പറഞ്ഞതെല്ലാം ഒരു പുസ്തകത്തിൽ എഴുതുക. ഇപ്പം നമ്മുടെ സിസ്റ്ററിൻ്റെ മുന്നിലിരിക്കുന്ന സർവ്വ മക്കളും പുസ്തകങ്ങളിൽ നിങ്ങൾ സിസ്റ്ററിനെ കണ്ടപ്പോൾ തന്നെ പറഞ്ഞു, സിസ്റ്റർ ഞങ്ങളൊക്കെ 1000 തവണ വചനം എഴുതുന്നുണ്ട്. അപ്പനൊരു പുസ്തകം, അപ്പാപ്പനൊരു പുസ്തകം, അമ്മയ്ക്കൊരു പുസ്തകം, അമ്മാമ്മയ്ക്കൊരു പുസ്തകം, ചേട്ടന് പുസ്തകം, അനീതിക്ക് പുസ്തകം, ചേച്ചിക്ക് പുസ്തകം, ഒക്കെ നോട്ട് ബുക്ക് മേടിച്ച് വെച്ച് എഴുതാമെന്ന്. കഴിഞ്ഞ വർഷം ഡിസംബർ 25 ക്രിസ്മസ് ഫ്രണ്ട് എടുത്തപ്പോൾ ആ സിസ്റ്റർ എന്നോട് സ്വകാര്യമായിട്ട് ചോദിച്ചു എന്ത് സമ്മാനം വേണ്ടതെന്ന്. ഞാൻ പറഞ്ഞു കുറേ നോട്ട് ബുക്കും കുറച്ച് പേനയാണ് എനിക്ക് വേണ്ടതെന്ന്. പുറപ്പാടിൻ്റെ പുസ്തകം 23-ാം അധ്യായം 25-ാം തിരുവചനം നമുക്കറിയാം. പുറപ്പാടിൻ്റെ പുസ്തകം 23-ാം അധ്യായം 25-ാം തിരുവചനം, നിങ്ങളുടെ ദൈവമായ കർത്താവിനെ നിങ്ങൾ ആരാധിക്കണം. അപ്പോൾ എന്ത് സംഭവിക്കുന്നു? ഞാൻ നിങ്ങളുടെ ഭക്ഷ്യവും പാനീയവും ആശീർവദിക്കും. നിങ്ങളുടെ ഇടയിൽ നിന്ന്, ആ ദേശത്ത് നിന്ന് തന്നെ രോഗങ്ങൾ നിർമ്മാർജ്ജനം ചെയ്യും. ദേശത്ത് നിന്ന്, വീടുകളിൽ നിന്ന്, വ്യക്തികളിൽ നിന്ന്, ആശ്രമങ്ങളിൽ നിന്ന് രോഗങ്ങൾ നിർമ്മാർജ്ജനം ചെയ്യും. ഗർഭഛിദ്രമോ വന്ധ്യതയോ ഇനിമേൽ ഉണ്ടാവുകയില്ല. നിനക്ക് ഞാൻ ദീർഘായുസ് നൽകും. അപ്പോൾ ദൈവവചനത്തിലേക്ക് കടന്നു വരുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ, ഒരു ദേശത്തിൻ്റെ ജീവിതത്തിൽ, ഒരു ആശ്രമത്തിലെ അല്ലെങ്കിൽ വൈദ്യമന്ദിരത്തിലെ ഒരു വൈദികൻ്റെ ജീവിതത്തിലെ, ഒരു സിസ്റ്ററിൻ്റെ ജീവിതത്തിലെ ആ ദേശം മുഴുവനും ദൈവവചനത്തിൻ്റെ അഭിഷേകം കൊണ്ട് നിറഞ്ഞാൽ ഈ പറഞ്ഞ പുറപ്പാട് 23-25 പറഞ്ഞ എല്ലാ കാര്യങ്ങളും കർത്താവ് നിറവേറ്റി തരുന്നു. അതുപോലെ വെളിപാട് 1:3 സിസ്റ്റർ എപ്പോഴും പറയാറുള്ളതാണ്, ഈ പുസ്തകത്തിലെ ഈ പ്രവചനങ്ങൾ നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ, ഈ പ്രവചനങ്ങൾ നിറവേറ്റുമെങ്കിൽ, അല്ലെങ്കിൽ ഈ പ്രവചനത്തിലെ വചനങ്ങൾ കേൾക്കുകയും വായിക്കുകയും പാലിക്കുകയും ചെയ്യുന്നവർ അനുഗ്രഹിക്കപ്പെടും. അപ്പോൾ ദൈവവചനത്തിൻ്റെ ശക്തി നിങ്ങൾ രുചിച്ചറിയണം. സിസ്റ്റർ ഇപ്പം നിങ്ങളോട് പറഞ്ഞ ഈ വചനങ്ങൾ ഒരു പുസ്തകത്തിൽ നിങ്ങൾ എഴുതി വയ്ക്കുക. ഞാൻ നിന്നോട് പറഞ്ഞതെല്ലാം ഒരു പുസ്തകത്തിൽ എഴുതുക എന്ന് പലവട്ടം വിശുദ്ധ ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട്. എല്ലാവരും ഈശോ അനുഗ്രഹിക്കട്ടെ. വചന അഗ്നി കൊണ്ട് നിറയട്ടെ. വചന പെരുമഴ നിങ്ങളിൽ ഒഴുകട്ടെ. വചനത്തിനോടൊരു ദാഹമുണ്ടാകട്ടെ. വചനത്തിനോട് വിശപ്പുണ്ടാകട്ടെ. വചനമായിരിക്കട്ടെ നമ്മുടെ ഭക്ഷണം. ആമേൻ.